ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു വ്ളോഗാട്ടോ. എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു ഡേ മൈ ലൈഫ്, രാവിലെ തൊട്ട് വൈകിട്ട് ഈവനിങ് വരെയുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതാണ് നമ്മളെ വീടിൻ്റെ മുൻവശട്ടോ. മുൻവശത്ത് നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നമുക്ക് മനസ്സിനും ഒക്കെ ഒരു സന്തോഷം കിട്ടുന്ന ഒരു വ്യൂ പോയിൻ്റാണിത്. ഇപ്പോൾ സമയം ഒരു 6 മണി 7 മണി ആ ഒരു ടൈമാട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങി എല്ലാം ഒന്ന് സന്ദർശിച്ചു കേട്ടോ. കൃഷിയും ചെടികളും എല്ലാം ഒന്ന് കണ്ടുവന്നു. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടെ കൃഷിയൊക്കെ ചെയ്താൽ നല്ല രീതിയിലുണ്ടാവും കേട്ടോ. നല്ല മണ്ണാണ്, കൃഷിക്കൊക്കെ പറ്റിയ നല്ല മണ്ണാണ്. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ തനി നാട്ടിൻപുറം. എനിക്കിവിടെ ഞാൻ കുറച്ച് ഇവിടെ അപ്പുറത്ത് തന്നെയാണ് എന്നെ കല്യാണം കഴിച്ചത്. പക്ഷേ അവിടുത്തെ ഒരു ഫീലല്ല. ഇവിടെ വന്നാൽ എപ്പോഴും കാറ്റാകാരം, നല്ല കാറ്റാണ്. പക്ഷേ ഉച്ചക്ക് ചൂട് കാറ്റാണ്, അല്ലാത്ത ടൈമിലൊക്കെ നല്ല കാറ്റാണ് കേട്ടോ. മുറ്റത്ത് നിന്നാൽ ഫാനിൻ്റെ ആവശ്യമില്ല, നല്ലൊരു സുഖമുള്ള കാറ്റാണ്. പിന്നെ അതുപോലെ എന്ത് കുഴിച്ചിട്ടാലും എന്ത് നട്ടാലും ഉണ്ടാകുന്ന ഒരു മണ്ണാണ് കേട്ടോ ഇവിടുത്തെ മണ്ണ്. പിന്നെ രാവിലെ മോർണിംഗിന് പുട്ടും കടലക്കറിയും കേട്ടോ. പുട്ടും കടലക്കറി കഴിഞ്ഞ് ഉച്ചക്ക് ഫുഡ് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെയാണ് ഉണ്ടാക്കിയത്. ഇവിടെ വന്നാൽ ഞാനും താത്തയാണ് കുക്കിങ് കേട്ടോ. ഉമ്മാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടാളുമാണ് ഇവിടെ വന്നാൽ കുക്കിങ്. പിന്നെ നല്ല ബോട്ടി ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും ബോട്ടി ഫ്രൈ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നാലുള്ള വിശേഷങ്ങൾ. പിന്നെ ഇവിടുത്തെ കിച്ചണ് പണി നടന്നുകൊണ്ട് കേട്ടോ. ഇത് 2 കിച്ചണായിട്ടേനു. അപ്പോൾ നല്ല സൗകര്യമുള്ള വലിയ കിച്ചണാക്കിയിട്ടാണ് ഇപ്പോൾ പണി നടക്കുന്നത്. പണി കഴിഞ്ഞിട്ടില്ല. ഇത്രയും നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാൽ വലിയൊരു ഹാളായിട്ടാണ് നമുക്ക് തോന്നുക. ഇതിൽ കുറേ പണികൾ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ കിച്ചണ് ഇങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കുക്കിങ്ങൊക്കെ ഇവിടെ റൂമിലാണ് ഗ്യാസ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉമ്മാൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി. ഞങ്ങൾ ഓട്ടോറിക്ഷയിലാട്ടോ പോയത്. പിന്നെ അവിടെ എത്തിയിട്ട് എല്ലാവരുമായി ഒത്തുകൂടി. എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ മനസ്സിന് വലിയൊരു സന്തോഷം കേട്ടോ. ഇതൊക്കെ കസിൻസാളെ കുട്ടികളാണ് കേട്ടോ. പക്ഷേ എല്ലാവരും ഉണ്ട്, കുറേ പേരുണ്ട് കേട്ടോ. ഒരു 10-20 പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും ഫേസ് കാണിക്കണ ഇഷ്ടമല്ല യൂട്യൂബിൽ. അതുകൊണ്ട് തന്നെ ആരും ഫേസ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇത് ഇമ്മയും അമ്മോനുമാണ്. ഒത്തിരി സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പൊന്നും ഋതുമോനും അവരുടേതായിട്ടുള്ള സന്തോഷം കണ്ടെത്തുന്നുണ്ട് കേട്ടോ. പിന്നെ എവിടെ ചെന്നാലും കുട്ടികൾ ഒത്തൊരുമയോടെ ഇരിക്കണേ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഫോൺ വെച്ചിട്ടാട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ സെൽഫി എടുക്കുമ്പോൾ ഇവർ നല്ല ഫോൺ കാണുന്ന തിരക്കിലാട്ടോ. ഇതൊക്കെ നമ്മളെ ഫാമിലി കുട്ടികളാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടിട്ടോ. മനസ്സിന് നിറഞ്ഞൊരു സന്തോഷേനു. പിന്നെ കുട്ടികൾ മാങ്ങ പറിക്കുന്നുണ്ട്. ഇപ്പോൾ മുളകിടാനെന്നൊക്കെ പറഞ്ഞ് മാങ്ങ പറിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ കൊച്ചു ഡേ മൈ ലൈഫ് കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ തനി നാട്ടിൻപുറത്ത് വന്ന ഒരു ഫീലാട്ടോ. ഞാൻ നാട്ടിൻപുറത്ത് തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ നാട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് തനി നാട്ടിൻപുറത്തെ ഫീല് കിട്ടാറ് കേട്ടോ.
പിന്നെ എവിടെ ചെന്നാലും കുട്ടികൾ ഫ്രീ ആയിട്ട് കാണാറില്ല. പക്ഷേ ഇതാ ഈ ഒരു ഫോൺ ഉണ്ടെങ്കിൽ അവരെപ്പോഴും നല്ല ഒരു ഒത്തൊരുമയോടെ കേട്ടോ കാണുക. അത് എല്ലായിടത്തും അങ്ങനെയാണല്ലേ. ഫോണുണ്ടോ അവിടെ കുട്ടികൾ നല്ല കൂട്ടത്തോടെ ഇരിക്കണം കാണാം. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, വല്ല കൊച്ചു ടി വി ആയിരിക്കും. പിന്നെ ഇതാ നമ്മളെ വീട്ടിൻ്റെ ചുറ്റുഭാഗമൊക്കെ പറങ്കുശിക്കാടാട്ടോ. അപ്പോൾ അതാ പറങ്കിമാങ്ങ, ഇഷ്ടം പോലെ പറങ്കിമാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാനും ഋതുമോനും ഇങ്ങനെ പോയപ്പോൾ ഒന്ന് പറിച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ഓനിതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതെന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. ഞാനിതാ ഈ ഫ്രഷിൽ തന്നെ ഒന്ന് കഴിച്ചു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടം, പഴയ ആ വൈബിലോട്ട് പോയിട്ടോ. അങ്ങനെ പറങ്കിമാങ്ങയൊക്കെ കഴിച്ച് നമ്മൾ ചുറ്റുഭാഗമൊക്കെ ഇങ്ങനെ കണ്ട് വീണ്ടും വീട്ടിലോട്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സുകളെ കുട്ടികളാട്ടോ. ഇവരൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട്, കമൻ്റൊന്നും ചെയ്യാറില്ല കേട്ടോ. ഇവരൊക്കെ അഭിപ്രായം പറയലുണ്ട് കേട്ടോ, നമ്മളത് വീഡിയോ ഒക്കെ ഉഷാറാണെന്ന്. പിന്നെ എൻ്റെ സൗണ്ട് പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ സൗണ്ട് എന്താണ് 2 ദിവസത്തെ പെരുന്നാളിൻ്റെ ലീവിൽ എൻ്റെ സൗണ്ടൊക്കെ നല്ല മിസ്സായി പോയിട്ടുണ്ട്. വോയിസ് ഇടാനൊന്നും കഴിയണില്ല, എന്നാലും കഴിയണ പോലെയൊക്കെ ഞാൻ വോയിസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആപ്പാൻ്റെ വീട്ടിൽ പോയി ആപ്പാനൊന്ന് കണ്ടു. പെരുന്നാളിന് എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും കണ്ടപ്പോൾ മനസ്സിനെന്തോ അറിയില്ല, ഒത്തിരി സന്തോഷമായിട്ടോ. ഈ ഒരു വർഷം ആയിട്ട് എനിക്ക് ഭയങ്കര മിസ്സിങ് ആയിട്ടുള്ള വർഷം. കഴിഞ്ഞ വർഷം പെരുന്നാളില്ല, ഒരു ചെറിയ ഹോസ്പിറ്റൽ കേസ് വന്നതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു പെരുന്നാൾ എനിക്ക് അൽഹംദുലില്ലാ ഹാപ്പി ആയിട്ട് പോയി. ഇനി ഒരുപാട് പെരുന്നാൾ ഇതുപോലെ പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കളിച്ച് വളർന്ന എൻ്റെ നാട്ടിൻ പുറത്തു കൂടെ കുട്ടികളെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കേട്ടോ. ഇതിലാണ് ഞാൻ മദ്രസയ്ക്കും സ്കൂൾക്കൊക്കെ പോയ വഴികളാണിതൊക്കെ. ഈ പാറപ്പുറത്തിരുന്ന് കളിച്ചതും ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇവർക്ക് ഇവിടെ ഇത്തരം ഓർമ്മകളൊന്നുമില്ല. കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ ഇല്ല കേട്ടോ. അങ്ങനെ പാറപ്പുറത്തൊക്കെ കയറി അവർ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാം കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലെത്തി. പിന്നെ 2 ദിവസത്തെ പെരുന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് തിരിച്ചു കേട്ടോ. ഇമ്മമാനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഈ കൊച്ചു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ ഒരു ചെടി ഞാൻ വീട്ടിൽ നിന്ന് പൊക്കിയിട്ടുണ്ട്. ഡാലിയാണ്, ആങ്ങളെ പാകി ഉണ്ടാക്കിയ ചെടിയാട്ടോ. എന്താ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് എപ്പോഴും എനിക്ക് പോരുമ്പോൾ വേണം. പിന്നെ ഇത് എൻ്റെ കയ്യിൽ ഇല്ലാത്ത ചെടിയാട്ടോ. ഇത് ഞാൻ കുഴിച്ചിട്ടിട്ടില്ല, ഡാലിയാണെന്നാണ് അവൻ പറഞ്ഞത്. ഏതായാലും ഞാനത് അവിടുന്ന് എടുത്ത് പോന്നു. ഇനി വീട്ടിൽ വന്നിട്ട് നട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കുട്ടികൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല, ഡ്രസ്സൊന്നും മാറിയിട്ടില്ല കേട്ടോ. 2 ദിവസമൊക്കെ ഞങ്ങൾ നിന്നിട്ടുണ്ട്. പക്ഷേ എത്ര ദിവസം നിന്നാലും അവർക്ക് അവിടെ വെച്ചാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ ഫോട്ടോഷൂട്ടൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ 2 ദിവസത്തെ പെരുന്നാൾ വിശേഷ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.